ഹലോ ട്രേഡേഴ്സ്. ബാങ്ക് നിഫ്റ്റി നമുക്ക് പ്രീ ഓപ്പൺ കിട്ടിയിരിക്കുന്നത് 50,666 ആണ്. അതൊരു 50 പോയിൻറ്റ്സ് ഗ്യാപ് ഡൗൺ ആണ്. അപ്പോൾ ഫ്ലാറ്റ് ഓപ്പണിംഗ് എന്ന് പറയാം. കാരണം ബാങ്ക് നിഫ്റ്റിയിൽ 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നുമല്ല. മാർക്കറ്റ് ഓപ്പൺ ആകാൻ ഇനി ഒരു 5-6 സെക്കൻഡ് കൂടെ ഉണ്ട്. നോക്കാം ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന്. ഇന്നലെ ക്ലോസ് ചെയ്തത് ഒരു സപ്പോർട്ടിനടുത്താണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത്. സോ അപ്പോൾ അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏതെങ്കിലും ട്രേഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 10 മണിയായിരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു കോൾ സൈഡിൽ 50,200 കോൾ ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. സ്വിംഗ് ഹൈയുടെ തൊട്ട് മേളിലാണ് നമ്മുടെ ഓർഡർ പ്ലേസ് ആയിരിക്കുന്നത്. സോ അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ ചിലപ്പോൾ തൊട്ട് മേളത്തെ സ്വിംഗ് ഹൈ വരെയുള്ള ടാർഗറ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. എന്തായാലും ട്രേഡ് എക്സിക്യൂട്ട് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. റിജക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. മാർക്കറ്റിൽ സ്പൈക്ക് ഒന്നും കാണാൻ കഴിയുന്നില്ല, മൊമെൻറ്റം ഇല്ല. സോ ഇപ്പം തന്നെ ലോസിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ 1 മിനിറ്റ് ചാർട്ടിൽ നോക്കിയാൽ കഴിഞ്ഞ ഒരു 4-5 മിനിറ്റിലൊരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഒരു 270, 260, 270 ലെവലിൽ. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ആയിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്. സോ അത് ബ്രേക്ക് ചെയ്ത് ഏതെങ്കിലും ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അതൊരു നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിട്ടൊരു സ്പൈക്ക് തരികയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആവും. $292 ആയിരുന്നു നമ്മുടെ ബൈ ഓർഡർ ലിമിറ്റ് കൊടുത്തിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 7-8 പോയിൻ്റ് കൂടെ, ഒരു 300 അടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ഓർഡർ എക്സിക്യൂട്ട് ആയില്ലായിരുന്നു. പിന്നെ നല്ലൊരു മൊമെൻറ്റം വരുമ്പോൾ മാത്രമേ അത് പ്ലേസ് ആകത്തുള്ളായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ റിസ്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഹോൾഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 17,000, 16,000 ഒക്കെയാണ് നമ്മുടെ ലോസ് ഇപ്പോൾ കാണിക്കുന്നത്. നിഫ്റ്റിയും ഒരു ബോട്ടം ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളിഷ് പാറ്റേൺ ആണ്. സോ നിഫ്റ്റിയുടെ ഹൈ ഉരയ്ക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിലും ചിലപ്പോൾ ഒരു സ്പൈക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടാർഗറ്റ് റീച്ച് ആവും. ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരു നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നാൽ നമ്മുടെ ലോസ് വലിയ ലോസാണ്. നമ്മൾ ബുക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് വോളറ്റിലിറ്റി കാരണം തന്നെയല്ല, മാർക്കറ്റ് ഓർഡറിലാണ് നമ്മുടെ ട്രേഡ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പം വലിയൊരു ലോസിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും നോക്കാം. തന്നെയല്ല, അഗെയിൻസ്റ്റ് ദ ട്രെൻഡാണ്. രാവിലെ തൊട്ട് ഒരു ബെയറിഷ് മാർക്കറ്റാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ അഗെയിൻസ്റ്റ് ദ ട്രെൻഡ് ട്രേഡ് എടുക്കുമ്പോൾ എപ്പോഴും ഒരു റിസ്ക് എലിമെൻ്റ് ഉണ്ട് അതിൽ.
പിന്നെ നമ്മൾ വലിയ ടാർഗറ്റിന് വേണ്ടിയല്ല, ഒരു സ്കാൽപ്പിംഗ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 25-30 പോയിന്റ്സ് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ട്രേഡ് എടുക്കാനുള്ള ലോജിക്ക് എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ബെയറിഷ് ആയിരുന്നു, ഒരു ബോട്ടം ഫോർമേഷൻ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ്. അത് കഴിഞ്ഞ് ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റഡ് ആണ്. So അതുകൊണ്ടാണ് ഈ ട്രേഡ് എടുക്കാനുള്ള മെയിൻ കാരണം. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ വരുന്നുണ്ട്. നമ്മുടെ ട്രേഡ് ഇപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ആണ്. ചെറിയ പ്രോഫിറ്റ് വന്ന് തുടങ്ങി. ഓക്കെ, പക്ഷെ റിജക്ഷൻ ആണ് കാണുന്നത്. ഒരു ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്താലോ എന്ന് വിചാരിക്കുകയാണ്. ഒരു 37 പോയിന്റ്സ്, 330 ആയിരിക്കും നമ്മൾ എക്സിറ്റ് ചെയ്യുന്നത്. പക്ഷെ അവിടെ വരെ സ്ട്രെങ്ത് കാണുന്നില്ല പോകാൻ. മാർക്കറ്റ് സ്ട്രക്ചർ കണ്ടിട്ട് പോകേണ്ടതാണ്, പക്ഷേ റിജക്ഷൻ ആണ് കിട്ടുന്നത്. സാധാരണഗതിയിൽ ആ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അടുത്ത ക്യാൻഡിൽ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകേണ്ടതാണ്. അത് കഴിഞ്ഞ് സസ്റ്റെയിൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതുകൊണ്ട് എക്സിറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് ഉണ്ടെന്ന് തോന്നുന്നു, കാരണം എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇത് ഫേഡഡ് ആണ്. നല്ലൊരു റെഡ് ക്യാൻഡിലാണ്, നമ്മൾ ലോസിൽ തന്നെ ഇത് ബുക്ക് ചെയ്യേണ്ടി വരും. ഒരു ഫോൾസ് ബ്രേക്ക് ഔട്ട് വന്നിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റാതെ പിന്നെയും തിരിച്ചു വന്നു. ഓക്കെ, ഞാൻ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്യാണ്, കാരണം ഹോൾഡ് ചെയ്യാൻ ചെയ്ത റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ആദ്യത്തെ ട്രേഡ് നമ്മൾ ലോസ് ബുക്ക് ചെയ്തു. ഒരു 13,554 ആണ് നമ്മുടെ ലോസ്. അപ്പോൾ വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം ടൈം 10:11 ആയിരിക്കുകയാണ്. സോ കോൾ സൈഡിൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സ്ട്രൈക്ക് പ്രൈസ് 50,200 കോൾ സൈഡിൽ നമ്മളൊരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. നേരത്തെ എടുത്ത ട്രേഡിൽ ഒരു ഹൈ ഫോം ചെയ്തിരുന്നു, ആ ഹൈയുടെ തൊട്ട് മേളിലായിട്ടാണ് ഇപ്പോൾ ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കാരണം മാർക്കറ്റ് താഴെ വരാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്ന ഇപ്പോൾ വന്നേനെ, പക്ഷെ അത് കാണുന്നില്ല. അപ്പോൾ ബുള്ളിഷാണ്, ബയേഴ്സിൻ്റെ കൺട്രോളിലാണ്. ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ട് ആയിരിക്കുകയാണ്. ലോസിൽ കാണിക്കുന്ന നേരത്തെ ഉള്ള ട്രേഡും ഇതേ സ്ട്രൈക്ക് പ്രൈസിൽ എടുത്തത് കൊണ്ടാണ്. നേരത്തെ ഒരു 13,000 ലോസ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് എക്സിക്യൂട്ട് ആർഡിനെ ലോസ് കാണിക്കുന്നത്. ഫോളോ അപ്പ് ക്യാൻഡിൽ ഇപ്പോഴും കാണാൻ കഴിയുന്നില്ല. പിന്നെ എല്ലാം മേളിൽ ചെറിയൊരു റെസിസ്റ്റൻസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് മേളിലായിരിക്കും കുറേ പേരുടെ സ്റ്റോപ്പ് ലോസ്. പക്ഷേ അതിന് മുമ്പ് റിജക്ഷൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നോക്കാം.
ലോസിലാണ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോസ് അല്ല, ഈ പർട്ടിക്കുലർ ട്രേഡ് നമ്മുടെ പ്രോഫിറ്റിലാണ്. കാരണം 305 നമ്മൾ ട്രേഡ് എടുത്തത്. ഇപ്പം 332, 329, 330 വരെ നിൽക്കുന്നുണ്ട്. ഒരൊറ്റ സ്പൈക്ക് കിട്ടിയാൽ നമുക്ക് പിന്നെ ടാർഗറ്റ് ബുക്ക് ചെയ്യാം, പക്ഷേ അത് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, റിജക്ഷൻ ആണ് കാണാൻ കഴിയുന്നത്. സോ ഞാനിവിടെ എക്സിറ്റ് ചെയ്യാണ്. സോ അറൗണ്ട് 31,000 ആണ് നമ്മുടെ PNL എന്ന് തോന്നുന്നു. രണ്ട് ട്രേഡും ഇല്ല, 29,787 ആണ്. രണ്ട് ട്രേഡും ലോസിലാണ്. വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ എന്ന് നോക്കാം നമുക്ക്. ഇപ്പോൾ സമയം 10:30 ആയിരിക്കുകയാണ്. 50,400 കോൾ ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുക. സ്വിങ് ഹൈയുടെ തൊട്ട് മുകളിലാണ്. ഒരു റിജക്ഷൻ ക്യാൻഡിൽ കാണാം. സോ അതിൻ്റെ വിക്കിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഒരു ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത്. സോ ഞാനിവിടെ പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്യുകയാണ്. കാരണം കുറേ നേരമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. സോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ആണോ ബ്രേക്ക് ഡൗൺ ആണോ തരാൻ പോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പുട്ട് ഓപ്ഷനിൽ ഒരു ട്രേഡ് ബൈ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സൈഡ് വന്നാലും ഒരു നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഞാനിവിടെ നമ്മുടെ കോൾ ഓപ്ഷൻ്റെ ട്രേഡ് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈസ് മാർക്കറ്റ് സ്ട്രക്ചർ മാറുന്നതനുസരിച്ച് പ്രൈസ് ഞാൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നോക്കാം, ഏതെങ്കിലും ട്രേഡ് എക്സിക്യൂട്ട് ആവുന്നോ നോക്കാം. ഓക്കെ, നമ്മുടെ പുട്ട് ഓപ്ഷനിൽ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത്. ഞാനിവിടെ ട്രേഡ് ബുക്ക് ചെയ്തു. ഈ ട്രേഡ് ക്ലോസ് ആയെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമ്മുടെ PNL ഇപ്പം 13,801 ആണ്. 15,985 ഈ ട്രേഡിൽ ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വേറെ ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി കിട്ടുമോ നോക്കാം. ഞാനിപ്പം ഇവിടെ നമ്മളെടുത്ത് മുമ്പ് എടുത്ത കോൾ ട്രേഡ് കോൾ ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ട്രേഡ് കിട്ടുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ സമയം 12:16 ആയിരിക്കുകയാണ്. സോ 50,400 കോൾ ഞാനിവിടെ കോൾ ഓപ്ഷനിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിരിക്കുക. പിന്നെ ഒരു സ്വിങ് ഹൈ ഫോം ആയിട്ടുണ്ട്. സോ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഞാൻ ഒരു ബൈ ഓർഡർ പ്ലേസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നല്ലൊരു
ഫോളോ ത്രൂ ക്യാൻഡിൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ട്രേഡ് കിട്ടിയേനെ. മേളിലൊരു റെസിസ്റ്റൻസ് സോണാണ്. സോ 5 മിനിറ്റ് ചാർട്ടിൽ നമുക്ക് കാണാൻ കഴിയും. സോ അതൊന്ന് ബ്രേക്ക് ആവുകയാണെങ്കിൽ ചിലപ്പോൾ ഡേ ഹൈ വരേക്കും പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ അവിടെ നിന്ന് റിജക്ഷൻ കിട്ടുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു കപ്പൻ്റെ ഹാൻഡിൽ പാറ്റേൺ ആണ് ഓപ്ഷൻ ചാർട്ടിൽ. സോ നല്ലൊരു ബുള്ളിഷ് പാറ്റേൺ ആണ്. ഒരു ലോസ് ആണ് കാണിക്കുന്നത്. എന്നാലും നമ്മൾ എക്സിറ്റ് ആകാൻ റെഡി ആയിരിക്കാം. ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ ഇനി ഒരു 23 സെക്കൻഡ്സ് കൂടെ ഉണ്ട്. അപ്പോൾ ഇത് റെഡിൽ കൺവേർട്ട് ആവുകയാണ്, റെഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ നമ്മളപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെയാണ് നമ്മൾ എക്സിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഞാനിവിടെ ഈ ട്രേഡ് എക്സിറ്റ് ചെയ്തു. കാരണം ഇത് ഹോൾഡ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളുടെ P&L 42,000 ലോസിലാണ്. ക്ലോസ് പൊസിഷൻ നോക്കിയാൽ 29,000 ആണ് ഈ ട്രേഡിൽ നമുക്ക് ലോസ് ആയത്. ഇപ്പോൾ സമയം 12:27. സോ ഞാൻ 50,800 പുട്ടിൽ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കോളിലും ഒരു ട്രേഡ് പ്ലേസ് ചെയ്യണോ വേണ്ടോ എന്ന് ആലോചിക്കുകയാണ്. ഒരു ബുള്ളിഷ് സ്ട്രക്ചറാണ് കാണുന്നത്. പക്ഷെ അത് ഫെയിൽ ആയാൽ ചിലപ്പം നല്ലൊരു ക്യാൻഡിൽ ഡൗൺ സൈഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുട്ട് ഓപ്ഷൻ നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്തത്. ഏതായാലും ഒരു കോൾ ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പുട്ട് ഓപ്ഷൻ ചിലപ്പം എക്സിക്യൂട്ട് ആകാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് ഇവിടെ എക്സിക്യൂട്ട് ആയി. നല്ലൊരു ഫോളോ ത്രൂ ക്യാൻഡിൽ അല്ലെങ്കിൽ അടുത്ത ക്യാൻഡിലെങ്കിലും നല്ലൊരു ക്യാൻഡിൽ കിട്ടുവാണെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിവിടെ നമ്മുടെ ട്രേഡ് എക്സിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ 42-ൽ നിന്ന് നമ്മുടെ P&L ഇപ്പം 31-ലേക്ക് വന്നു. ഇപ്പോൾ സമയം 1 മണിയായിട്ടുണ്ട്. സോ 50,700 പുട്ട് ഓപ്ഷനിൽ ഞാൻ ഒരു ട്രേഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. കാരണം ഒരു കൺവിൻസിങ് മൊമെൻറ്റം കിട്ടുന്നില്ല. കോൾ സൈഡിൽ ഞാൻ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ഏത് സൈഡിൽ പോയാലും ചെറിയൊരു സ്പൈക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ട്രേഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ചെറുതായിട്ട് നമ്മുടെ ഓർഡർ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പുട്ട് ഓപ്ഷനിലെ ഓർഡർ മാർക്കറ്റ് സ്ട്രക്ചർ അനുസരിച്ച് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമ്മുടെ ഓർഡർ ഇവിടെ എക്സിക്യൂട്ടായി. 50,700 പുട്ട് ഓപ്ഷൻ. റിജക്ഷനാണ് ട്രേഡ് എക്സിക്യൂട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലോസ് കാണിക്കുന്നത്. താഴെ ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് വരെയെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ എക്സിറ്റ് ചെയ്തു. സോ ഇപ്പം നമ്മൾ 2,940 റുപ്പീസ് പ്രോഫിറ്റിലാണ് P&L. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ ട്രേഡ് എടുത്തു ഇന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ക്ലോസ് ചെയ്യാം. കാരണം 42,000 ലോസിൽ നിന്നാണ് നമ്മൾ റിക്കവർ ചെയ്ത് 2,000 പ്രോഫിറ്റിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ കോൾ ട്രേഡ് ഞാനിവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തേക്ക് മതിയാക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.